സ്വാഭാവിക കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയെയാണ് മീന ഗണേഷിന്റെ വേർപാടിലൂടെ നഷ്ടമാവുന്നത്. ഏറെക്കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടി. ഭർത്താവിന്റെ വേർപാടിനുശേഷം തനിക്ക് ദുരിത ജീവിതമായിരുന്നു എന്ന് മുൻപ് പലപ്പോഴും മീന തുറന്നു പറഞ്ഞിരുന്നു. നാടകം ചെയ്യുന്ന സമയത്താണ് ഗണേഷുമായി മീന പ്രണയത്തിലായത്. 6 വർഷത്തോളം നീണ്ട പ്രണയം. അമ്മയ്ക്ക് അടക്കം നാട്ടിലും വീട്ടിലും ഒന്നും ആർക്കും ഈ ബന്ധത്തിനോട് താൽപര്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും തഞ്ചേടം കൊണ്ട് മീന പ്രണയിച്ചവനു വേണ്ടി പിടിച്ചുനിന്നു. പിന്നാലെ നടന്ന പൂവാലന്മാരെയെല്ലാം നാക്കുകൊണ്ട് നേരിട്ട മീന ഗണേശനെ തന്നെ വിവാഹം കഴിച്ചു. മീനയുടെ ആ തീരുമാനം ഒരിക്കലും ഒരു തെറ്റായിരുന്നില്ല. പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും 39 വർഷം അവര് ഷൊർണൂരില് സന്തോഷമായി ജീവിച്ചു. 2 മക്കളും ജനിച്ചു. മൂത്ത മകന് മനോജ് ഗണേഷ് വിശുദ്ധ ചാവറ അച്ഛന് അടക്കമുള്ള സീരിയലുകളുടെ സംവിധായകനായിരുന്നു. മകള് സംഗീത ഭർത്താവിനൊപ്പം കുടുംബ ജീവിതവും നയിക്കുകയാണ്. 2010 ഭർത്താവ് ഗണേഷ് മരണത്തിനു കീഴടങ്ങുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എങ്കിലും പരസഹായത്തോടെ മീന അഭിനയിക്കുവാന് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തിയിരുന്നു. അതിനിടെയാണ് അസുഖം വല്ലാതെ തളർത്തുന്നത്. ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് മീനയ്ക്ക് BP കൂടി തല കറക്കം അനുഭവപ്പെട്ട് തുടങ്ങിയതോടെയാണ് മീന അവശയായി മാറിയത്. പിന്നാലെ ഭർത്താവിന്റെ മരണത്തോടെ നടി തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു. പിന്നാലെ 2017 മകൾക്കൊപ്പം പരാതിയുമായി ഷൊർണൂര് പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ മകന് അമ്മയെ വേണ്ട. ശാരീരികവും മാനസികവുമായ ഉപദ്രവം. ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതിനാല് തന്നെ കൃത്യസമയത്ത് ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ തളർന്നുപോയ അവസ്ഥയിലാണ് നടി മകൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തിയത്. മകന് ചിരട്ട എടുത്ത് തേണ്ടാന് പറഞ്ഞെന്നും നടി അന്ന് വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് മക്കളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചതും മീന വീണ്ടും വീട്ടില് താമസം തുടങ്ങിയതും. എന്നാൽ അധികം വൈകാതെ പ്രശ്നം രൂക്ഷമായി. മകന് വീടിന് തൊട്ടടുത്ത് തന്നെ വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസം മാറി. സഹായത്തിന് വീട്ടില് ഒരു സ്ത്രീ വന്നിരുന്നതാണ് ഏക ആശ്രയം. മകള് ഭർത്താവിനൊപ്പം പാലക്കാടുമാണ് താമസിക്കുന്നത്. അവിടേക്ക് ചെല്ലാന് പറഞ്ഞ് എപ്പോഴും വിളിക്കുമായിരുന്നെങ്കിലും ഭർത്താവിന്റെ ഓർമ്മകള് നിറഞ്ഞ വീട് വിട്ട് പോകാന് മീനയ്ക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് ഈ വീട്ടില് തന്നെ താമസിക്കാന് തീരുമാനിച്ചത്. അമ്മയില് നിന്നും ലഭിച്ചിരുന്ന പെൻഷന് കാശ് കൊണ്ടായിരുന്നു ജീവിതം. 7 മാസങ്ങൾക്ക് മുമ്പാണ് നടി തന്റെ ഈ ദയനീയാവസ്ഥ വെളിപ്പെടുത്തിയത്. നേരം വെളുക്കുമ്പോൾ ജീവനുണ്ടാകരുതേ എന്നാഗ്രഹിച്ചു ജീവിച്ച കാലം കൂടിയായിരുന്നു മീനയ്ക്ക് കഴിഞ്ഞ കുറച്ചുകാലം. ഷൊർണൂരിലെ ഗ്രാമപ്രദേശത്ത് 40 വർഷം മുമ്പ് നടി മീനയും ഭർത്താവ് ഗണേഷും ജീവിതം തുടങ്ങിയത്. ഈ വീട്ടിലായിരുന്നു. 5 സെന്റ് ഭൂമിയിലാണ് മുറ്റത്ത് ഒരു കിണറും തുളസിത്തറയുമൊക്കെയായി ഈ വീട് പണിതെടുത്തത്. തുടർന്ന് കലാരംഗത്ത് രാപ്പകൽ അധ്വാനമായിരുന്നു. അതിനിടെ നിരവധി പേര് അഭിനയിച്ചിട്ടു കാശ് കൊടുക്കാതെയും ചെക്ക് കൊടുത്തുമൊക്കെ പറ്റിച്ചു. എങ്കിലും അതിലൊന്നും പരിഭവം കാണിക്കാതെ കലയെ സ്നേഹിച്ചവരായിരുന്നു നടി മീനയും ഭർത്താവും. മക്കൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം. മകനെ BSc വരെ പഠിപ്പിച്ചു. മകളെ വിവാഹം കഴിപ്പിച്ച് അയപ്പിച്ചു. എന്നിട്ടും അവസാന കാലമായപ്പോൾ ആ അമ്മ തനിച്ചായിരുന്നു. സ്റ്റുഡിയോയും അക്ഷയ സെന്റര് നടത്തിപ്പുകാരിയുമൊക്കെയായ മകള് പലപ്പോഴും അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും ഭർത്താവിന്റെ ഓർമ്മകളുള്ള വീട്ടിലേക്ക് മടങ്ങിയെത്താനായിരുന്നു മീന ആഗ്രഹിച്ചത്. അങ്ങനെയാണ് മകളുടെ സഹായത്തോടെ വീട്ടില് ഒരു സ്ത്രീയെ സഹായത്തിന് വച്ച് മീന കഴിഞ്ഞത്. അമ്മയില് നിന്നും ലഭിച്ചിരുന്ന പെൻഷന് കാശ് കൊണ്ടായിരുന്നു ജീവിതം. 7 മാസങ്ങൾക്ക് മുമ്പാണ് നടി തന്റെ ഈ ദയനീയാവസ്ഥ വെളിപ്പെടുത്തിയത്. നേരം വെളുക്കുമ്പോൾ ജീവനുണ്ടാകരുതേ എന്നാഗ്രഹിച്ചു ജീവിച്ച കാലം കൂടിയായിരുന്നു മീനയ്ക്ക് കഴിഞ്ഞ കുറച്ചുകാലം. ഒടുവില് തന്റെ 81 വയസ്സിലാണ് നടി മരണത്തിനു കീഴടങ്ങിയത്. ഇന്ന് പുലർച്ചെ 1:20 ഷൊർണൂരിലെ PK ദാസ് ആശുപത്രിയില് വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. രക്തസമ്മർദ്ദം കൂടിയുകയും തുടർന്ന് മസ്തിഷ്കാഘാതം സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് 4 ദിവസം മുൻപാണ് നടിയെ ആശുപത്രിയില് പ്രവേശിപ്പിച്ചത്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ഷൊർണൂര് ശാന്തിതീരത്ത് വച്ച് നടക്കും. വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചുകാലമായി അഭിനയരംഗത്തുനിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നടി. സീരിയല് സംവിധായകന് മനോജ് ഗണേഷ് മകനും സംഗീത മകളുമാണ്.
ബിന്ദു മനോജ്, സംഗീത ഉണ്ണികൃഷ്ണന് എന്നിവരാണ് മരുമക്കള്.